നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് മുടി കൊഴിച്ചിലെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ മുടി കൊഴിച്ചിലിനെ തടഞ്ഞ് മുടി വളർച്ച ത്വരിതപ്പെടുത്തുന്ന ഒരു ഹെയർ ഓയിൽ നമുക്കുണ്ട്. ഓൺ ആൻഡ് ഓൺ ബ്രാൻഡിലുള്ള മഹാഭൃംഗരാജ് ഹെയർ ഓയിലാണിത്. ഈ ഹെയർ ഓയിൽ മുടി കൊഴിച്ചിലിനെ തടയുന്നു, മുടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നു എന്നൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ മറ്റ് ഹെയർ ഓയിൽ പോലെ അല്ല ഇത്. കാരണം ഇത് കംപ്ലീറ്റ്ലി ഒരു ഹെർബൽ ഹെയർ ഓയിലാണ്. അതുകൊണ്ട് തന്നെ ഇതിന് സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഇല്ല, 0 സൈഡ് എഫക്ട്സ് ആണ്. പിന്നെ നല്ലൊരു സ്മെല്ലാണ് ഇതിനുള്ളത്. പിന്നെ പേര് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഭൃംഗരാജാണ് ഇതിലുള്ളത്. ഭൃംഗരാജ് എന്ന് പറഞ്ഞാൽ കയ്യുണ്ണിയാണ്. അപ്പോൾ കയ്യുണ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ചേർന്നിട്ടുള്ളതാണ്. കയ്യുണ്ണി മുടി വളർച്ചയ്ക്കും മുടി സ്ട്രോങ് ആകുന്നതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഔഷധ സസ്യമാണ്. അപ്പോൾ കയ്യുണ്ണി ചേർന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഹെയർ ഓയിലിൻ്റെ ആധികാരികതയും ശക്തിയും ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ പതിവായ ഉപയോഗത്തിലൂടെ മുടി നല്ല സ്മൂത്ത് ആവുകയും ഹെൽത്തി ആവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഇത് അപ്ലൈ ചെയ്യേണ്ട വിധമാണ്. അപ്ലൈ ചെയ്യുമ്പോൾ ഉണങ്ങിയ മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക. അതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മൾ കുളിക്കാൻ പോകുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നേ തലയിലും തലയോട്ടിയിലും മുടിയിലും ഒക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ കുളി കഴിഞ്ഞതിന് ശേഷം മുടി നന്നായി ഉണക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുകയാണല്ലോ. അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ആൽമണ്ട് ഓയിലും ഒലീവ് ഓയിലും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു നല്ലൊരു ഉൽപ്പന്നമാണ്. രാമച്ചത്തിൻ്റെ വേര് കൂടെ നമ്മുടെ ആ ഓയിലിൽ നമുക്ക് ആ ബോട്ടിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അത് അതിൻ്റെ ചൂടും തണുപ്പും ഒക്കെ ഓയിലിൻ്റെ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള നല്ലൊരു ഹെർബൽ ഹെയർ ഓയിലാണ് നമ്മുടെ മഹാഭൃംഗരാജ് ഹെയർ ഓയിൽ. ദയവായി ആവശ്യമുള്ള ആളുകളിലേക്ക് പങ്കിടുക. കൂടാതെ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയും പ്രോഡക്റ്റ് റിസൾട്ടുകൾക്ക് വേണ്ടിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.